ചാനൽ ട്രിനിറ്റി വോയിസ്. നമ്മൾ എല്ലാ ആഴ്ചയിലും വായിക്കുന്ന പോലെ രൂത്തിൻ്റെ പുസ്തകം വായിക്കുന്നുണ്ട്, പിന്നെ സ്വപ്നക്കൊട്ടാരം എന്ന കഥയും വായിക്കുന്നുണ്ട്. അത് ആദ്യം തൊട്ട് കേൾക്കണം എന്നുള്ളവർക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ സൺഡേ സ്പെഷ്യലാണ്, കഥാവാരമാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാം. നിൻ ജീവിത കപ്പലിതാ ലോകമാകുന്നവൻ സമുദ്രത്തിൽ കൂടി മുൻപോട്ടു പായുന്നു. സ്വർഗീയ തുറമുഖത്തെത്തിടുമ്പോൾ നായകൻ നിന്നെ സ്വീകരിക്കും. എത്ര നിൻ ജീവിതം ദൈവത്തിൻ്റെ പൈതലേ, കണ്ണുനീരെല്ലാം തുടച്ചിടും. ആ നാളിലെന്തു സന്തോഷം, കാന്തൻ കണ്ണുനീരെല്ലാം തുടച്ചിടും. ആ നാളിലെന്തു സന്തോഷം. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 4:23, 24, 25 വാക്യങ്ങൾ. അതായത് ജനസിസ് ചാപ്റ്റർ 4 വേർഡ്സ് 23, 24, 25. ലാമെക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ലാമെക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവീൻ. എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഞാൻ ഒരു യുവാവിനെയും കൊല്ലും. And Lamech said unto his wives, Ada and Zillah, hear my voice, ye wives of Lamech, hearken unto my speech, for I have slain a man to my wounding, and a young man to my heart. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. It Cain shall be avenged 7-fold, truly Lamech 70-7-fold. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. And Adam knew his wife again, and she bare a son, and called him his name Seth, for God said, she had appointed me another seed instead of Abel, whom Cain slew. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന ബുക്കിലേക്ക്. യു വെയർ പുട്ട് ഓൺ എർത്ത് ടു ബി റിമെമ്പേർഡ്, യു വെയർ പുട്ട് ഹിയർ ടു പ്രിപ്പയർ ഫോർ എറ്റേണിറ്റി. ജോർജ് ബെർണാഡ് ഷാ wrote, this is the true joy of life, the being used up for a purpose, recognized by yourself as a mighty one, being a force of nature instead of a feverish, selfish little clot of alignments and grievances, complaining that the world will not devote itself to make you happy. Knowing your purpose prepares you for eternity. Many people spend their lives trying to create a lasting legacy on earth. They want to be remembered when they are gone. Yet, what ultimately matters most will not be what others say about your life, but what God says. What people fail to realize is that all achievements are eventually
surpass, records are broken, reputations fade, and tribute are forgotten. In college, James Dobson's goal was to become the school's tennis champion. He felt proud when his trophy was prominently placed in the school's trophy cabinet. Year later, someone mailed him that trophy. They had found it in a trash can when the school was remodeled. Jim said, "Given enough time, all your trophies will be trashed by someone else." ഇനി നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോവാം. Proverbs chapter 4 words 13, 14 and 15. സദൃശവാക്യങ്ങൾ 4:13, 14, 15. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. Take fast hold of instruction, let her not go, keep her for she is thy life. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴിയിൽ നീ നടക്കുകയും വരുത്. Enter not into the path of the wicked, and go not in the way of evil man. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. Avoid it, pass not by it, turn from it and pass away. ഫോർത്ത് സെക്ഷനിലേക്ക് പോകാം. ഫോർത്ത് സെക്ഷൻ ഫോർ ചിൽഡ്രൻ. ഫോർത്ത് സെക്ഷൻ കുഞ്ഞു കുട്ടികൾക്കുള്ള സെക്ഷനാണ്, നമുക്കത് ശ്രദ്ധിക്കാം. അപ്പോൾ യഹൂദ യോസെഫിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, യജമാനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദേഷ്യം തോന്നരുതേ, അങ്ങ് രാജാവിനെ പോലെ തന്നെയാണല്ലോ. നിങ്ങൾക്കും പിതാവും മറ്റൊരു സഹോദരനും ഉണ്ടോ എന്ന് അങ്ങ് ചോദിച്ചിരുന്നല്ലോ. പ്രായമുള്ള ഒരു പിതാവ് ഞങ്ങൾക്കുണ്ട്, വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മകനുമുണ്ട്. അവൻ്റെ സഹോദരൻ പണ്ടേ മരിച്ചു പോയതുകൊണ്ട് പിതാവിന് അവനോട് വലിയ പ്രിയമാണ് എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അവനെ കാണാൻ വേണ്ടി കൊണ്ടുവരണമെന്ന് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ബാലൻ പിതാവിനെ വിട്ടുപിരിയാനാവില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ പിതാവ് മരിച്ചു പോകും. ഇളയ സഹോദരനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം ഇനിയും കാണുകയില്ലെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരികെ പോയി പിതാവിനോട് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചു. വീണ്ടും ധാന്യം വാങ്ങേണ്ട ആവശ്യമുണ്ടായപ്പോൾ ഇളയ സഹോദരനെ കൂടെ അയച്ചില്ലെങ്കിൽ പോകയില്ലെന്നും ഭരണാധികാരിയെ കാണാനാവുകയില്ലെന്നും പിതാവിനോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ റാഹേലിൽ എനിക്ക് ജനിച്ച 2 മക്കളിൽ ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടു. വന്യമൃഗങ്ങൾ അവനെ കടിച്ചു കീറി കാണും. ഇവനും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ദുഃഖത്തോടെ മരണമടയും. അതുകൊണ്ട് യജമാനെ, ഈ ബാലനെ കൂടാതെ ഞങ്ങൾ പിതാവിൻ്റെ അടുത്ത് പോയാൽ പിതാവ് മരിച്ചു പോകും. വൃദ്ധനായ അവന് ഈ ബാലനോട് അത്രയ്ക്കാണ് സ്നേഹം. തന്നെയല്ല, ബാലനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കുറ്റം ആയുഷ്കാലമെല്ലാം ഏറ്റുകൊള്ളാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് യജമാനെ, ഈ ബാലന് പകരം ഞാനിവിടെ അടിമയായി നിന്നുകൊള്ളാം. ബാലൻ സഹോദരന്മാരോടൊപ്പം മടങ്ങിപ്പോകുവാൻ അനുവദിച്ചാലും ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും? ദുഃഖത്തോടെ എൻ്റെ പിതാവ് മരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയുകയില്ല. ഇപ്പോൾ 4 സെക്ഷനോടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.